എറണാകുളത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം വൈറ്റില ജംഗ്ഷനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ തോതിലുള്ള ആൾക്കൂട്ടമുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ മനുഷ്യ ചങ്ങലയ്ക്കപ്പുറം ഒരു മനുഷ്യ മതിൽ വൈറ്റില ജംഗ്ഷനിൽ രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. ഒട്ടേറെ പ്രമുഖർ, പ്രൊഫസർ എം കെ സാനു ഉൾപ്പെടെയുള്ള ഒട്ടേറെ പ്രമുഖർ ഇവിടെ ഈ മനുഷ്യ ചങ്ങലയിൽ ആയാകാൻ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നു. എം സ്വരാജ് ഉൾപ്പെടെയുള്ള CPM-ൻ്റെയും മറ്റും ഇടതുപക്ഷത്തിൻ്റെ നേതാക്കളുണ്ട്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉൾപ്പെടെയുള്ള സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ നിരവധി പേരുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ മനുഷ്യച്ചങ്ങലയുടെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നു. അത് പൂർത്തിയായാലുടൻ മനുഷ്യച്ചങ്ങലയിലേക്ക് കടക്കുകയും ചെയ്യും. തുടർന്ന് പ്രതിജ്ഞ ചൊല്ലും. ഏതായാലും വലിയ ജനക്കൂട്ടമാണ് ഈ പ്രദേശത്താകെ എത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പുതിയൊരു ചരിത്രത്തിനു കൂടി കേരളം സാക്ഷ്യം വഹിക്കുന്നു. എറണാകുളത്തെ കാഴ്ചകളും വ്യത്യസ്തമല്ല. വലിയ തോതിൽ ജനക്കൂട്ടം എല്ലായിടങ്ങളിലേക്കും ഒഴുകിയെത്തി. ഒപ്പം തന്നെ അതൊരു മനുഷ്യ മതിലായി രൂപപ്പെട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധമായ നയങ്ങൾക്കും കേന്ദ്ര സർക്കാർ കേരളത്തോട് പുലർത്തുന്ന അവഗണനയ്ക്കുമെതിരെ കേരളത്തിലെ യുവത നടത്തുന്ന സമര പോരാട്ടങ്ങളിൽ ബഹുജനങ്ങൾ അണിനിരക്കുന്ന വലിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രതിജ്ഞ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കും. ഇവിടെ എല്ലാ കേന്ദ്രങ്ങളിലും വലിയ ജനസഞ്ചയമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന വൈറ്റില ജംഗ്ഷനിലും സമാനമായ കാഴ്ച തന്നെ. പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ അണിനിരന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ട്രയലിൻ്റെ ഭാഗമായി ഈ കണ്ണികളാകാൻ എത്തിയിരിക്കുന്നവർ അണിചേർന്നിരിക്കുന്നു. ഇനി അത് ചങ്ങല പൂർത്തിയായി പ്രതിജ്ഞ ചൊല്ലി പിരിയുകയാണ് ഉണ്ടാവുക. ഇപ്പോൾ ഇവിടെ പ്രൊഫസർ എം കെ സാനു, എം സ്വരാജ്, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖർ ഈ ചങ്ങലയിൽ കണ്ണികളാകാൻ എത്തിയിട്ടുണ്ട്. പ്രൊഫസർ എം കെ സാനു ഈ ചങ്ങലയുടെ ഭാഗമായി അദ്ദേഹത്തിന് കസേരയിട്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ്. ഈ ചങ്ങലയുടെ ഭാഗമായി ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു നിമിഷം തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. വലിയ തോതിൽ ജനക്കൂട്ടം ഈ സമര കേന്ദ്രങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു. അവർ ഒരു ചങ്ങലയായി രൂപം പ്രാപിക്കുന്നു. ആ ചങ്ങല കേരളത്തിൻ്റെ പ്രതിഷേധമായി ദേശീയ തലത്തിൽ അലയടിക്കുന്ന കാഴ്ച തന്നെ എന്ന് തന്നെ പറയാം. കാരണം കേരളത്തിൻ്റെ തെക്ക് മുതൽ വടക്ക് മുതൽ ലക്ഷോപലക്ഷം ജനങ്ങൾ, 20 ലക്ഷത്തോളം പേർ ഒരൊറ്റ മനസ്സായി, ഒരൊറ്റ മെയ്യായി കൈകൾ ചേർത്ത് പിടിച്ച് കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്ന വലിയൊരു കാഴ്ച കാണുന്നു. ഇപ്പോൾ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം എറണാകുളം ജില്ലയിലൂടെ ഏതാണ്ട് 1 ലക്ഷത്തോളം പേർ ജില്ലയിൽ മാത്രം ഈ ചങ്ങലയുടെ ഭാഗമായി അണിനിരക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള ആളുകൾ എല്ലാ കേന്ദ്രങ്ങളിലേക്കും എത്തിയിട്ടുമുണ്ട്. 5 കേന്ദ്രങ്ങളിൽ അതിനുശേഷം യോഗവും നടക്കും. അങ്കമാലി പൊങ്ങത്താണ് എറണാകുളം ജില്ലയുടെ ആദ്യ കണ്ണി ഉണ്ടാവുക. തുടർന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് കടക്കുമ്പോൾ അരൂർ പാലം വരെ നീണ്ടു നിൽക്കുന്ന ചങ്ങലയിൽ 1 ലക്ഷത്തിലധികം ആളുകളാണ് അണിനിരന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പലയിടങ്ങളിലും ചങ്ങല മനുഷ്യ മതിലായും മനുഷ്യക്കോട്ടയായും രൂപപ്പെടുന്ന കാഴ്ചയാണുള്ളത്. ഈ എറണാകുളം ജില്ലയിലെ ചങ്ങലയിൽ അത് പൊങ്ങം ജംഗ്ഷനിൽ അങ്കമാലിക്കടുത്ത് ആദ്യ കണ്ണിയായി DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മീനു സുകുമാരനും, അരൂരിൽ എറണാകുളം ജില്ലയിലെ അവസാന കണ്ണിയായി കൊച്ചി MLA KJ മാക്സിയും എത്തിയിട്ടുണ്ട്.